വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിൻ്റെ സ്നാപനവുമായി ബന്ധപ്പെടുത്തിയുള്ള ചിന്തയാണ് സഭ ഈ ദിനത്തിൽ പങ്കുവയ്ക്കുന്നത്. സ്നാനം സഭയുടെ ഒരു സാക്രമെന്റാണ്. ആൻ ഔട്ട്വേർഡ് ആൻഡ് വിസിബിൾ സൈൻ ഓഫ് സം ഇൻവേർഡ് ഗ്രേസ് ആൻഡ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. ആന്തരികമായി ലഭിക്കുന്ന ദൈവകൃപയുടെയും അനുഗ്രഹങ്ങളുടെയും ബാഹ്യചിഹ്നമാണ് സാക്രമെന്റ്. പുറജാതികളെ യഹൂദമതത്തിലേക്ക് ചേർക്കുന്നതിനുള്ള ഒരു ശുശ്രൂഷയായി യഹൂദൻ സ്നാനം നടത്തിയിരുന്നു. പാപക്കറകളിൽ നിന്നുള്ള ശുദ്ധീകരണം അഥവാ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള കഴുകൽ എന്നതായിരുന്നു സ്നാനത്തെക്കുറിച്ചുള്ള യഹൂദ ചിന്ത. എന്നാൽ യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ നടത്തിയ സ്നാനം യഹൂദിൻ്റെ ചിന്തയിൽ നിന്നും വ്യത്യസ്തമായ ഒന്നായിരുന്നു. നിങ്ങൾ യഹൂദന്മാരാകുന്നുവെങ്കിലും അഗ്രചർമ്മികളായ പുറജാതികളെക്കാൾ വിശ്വാസത്തിൽ പുറകോട്ടാണ്. മശിഹ വരുന്നു, അവൻ്റെ വരവിനായി നിങ്ങൾ ഒരുങ്ങണം. അനുതാപ ഹൃദയത്തോടും താഴ്മയോടും ഒരു മാനസാന്തര സ്നാനം നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതായിരുന്നു യോഹന്നാൻ്റെ പ്രസംഗം. യോഹന്നാൻ്റെ പ്രസംഗത്തെ തുടർന്ന് യെരുശലേമ്യരും യഹൂദദേശക്കാരും യോർദാൻ്റെ ഇരുകരയിലും ഉള്ളവരും യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പാപം ഏറ്റുപറഞ്ഞ് യോർദാനിൽ മാനസാന്തര സ്നാനം ഏറ്റു. മത്തായി 3:5-6 വരെ. ഈ സമയം യോഹന്നാനാൽ യേശുവും സ്നാനമേറ്റു. യേശു പാപിയായതുകൊണ്ടല്ല സ്നാനമേറ്റത്. പിന്നെയോ താൻ ആരെ പാപത്തിൽ വീണ്ടെടുക്കുവാൻ വന്നുവോ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നില്ല. അവരുമായി ഏകീകരിക്കുന്നതിനായി താൻ സ്നാനം ഏറ്റു. ഈ ഒരു ഏകീകരണത്തിൽ കൂടി മാത്രമേ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള ദൈവിക പദ്ധതി പ്രാവർത്തികമാകുമായിരുന്നുള്ളൂ. അതായത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ മുന്നോടിയായിരുന്നു യേശുവിൻ്റെ സ്നാനം. യേശു ഏറ്റ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് മാനസാന്തര സ്നാനമായിരുന്നു എന്ന് മനസ്സിലാക്കാം. മത്തായി 3:11 യോഹന്നാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. യോഹന്നാൻ നൽകിയ മാനസാന്തര സ്നാനമായിരുന്നു യേശു ഏറ്റത്. അത് ഇവിടെ വ്യക്തമായി പറയുന്നു. യോഹന്നാൻ നൽകിയത് വിശ്വാസ സ്നാനമല്ല, മാനസാന്തര സ്നാനമായിരുന്നു. അതായത് മാനസാന്തരപ്പെടാത്തവരെ മാനസാന്തരത്തിനായി സ്നാനപ്പെടുത്തി. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, ഐ ബാപ്റ്റൈസ് യു ഫോർ റിപ്പൻറ്റൻസ്. അതായത് സ്നാനത്തിൽ കൂടി മാനസാന്തരം ഉണ്ടാകുന്നു, അഥവാ സ്നാനത്തിൽ കൂടി വിശ്വാസം ഉണ്ടാകുന്നു. ജലസ്നാനം ഒരിക്കലും അന്തിമമായ ഒന്നല്ല. സ്നാനം സ്വീകരിച്ച വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നുവോ എന്നതാണ് കാര്യം. യോഹന്നാൻ പറയുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. പരിശുദ്ധാത്മാവ് ലഭ്യമാകുക എന്ന് പറയുമ്പോൾ തീ കൊണ്ടുള്ള സ്നാനത്തിന് അവൻ തയ്യാറാകുന്നു എന്ന അർത്ഥം. മത്തായി 3:12 ഇത് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. വീശുമരം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പരയിൽ കുട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. അതായത് പരിശുദ്ധാത്മാവ് ഒരുവൻ ലഭ്യമാകുമ്പോൾ അവൻ തീയെ അതിജീവിക്കുവാൻ പ്രാപ്തനാകുന്നു. ഈ വാക്യത്തിൽ പറയുന്ന പതിർ അത് തിന്മയെ സൂചിപ്പിക്കുന്നു. തിന്മയെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്നാനം വെറും ഒരു പാസിംഗ് ആക്ട് അല്ല, മറിച്ച് സ്നാനം ഒരു വ്യക്തിയെ പരിശുദ്ധാത്മ സഹായത്താൽ നന്മ ചെയ്യുവാനും കൃപയാൽ ലഭ്യമായിരിക്കുന്ന രക്ഷയെ നിത്യജീവനെ തന്നെ പ്രാപിക്കുവാനും പ്രാപ്തനാക്കുന്നു. സ്നാനത്തിൻ്റെ മർമ്മം ഇതായിരിക്കെ സ്നാനപ്പെടുത്തുന്ന രീതിയെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല. ക്രിസ്തു ആർക്കു വേണ്ടി ഈ ഭൂമിയിൽ വന്നുവോ അവരോട് ഏകീകരിക്കുക എന്നതായിരുന്നു താനേറ്റ സ്നാനത്തിൻ്റെ ഉദ്ദേശം. യേശുവിൽ മറ്റുള്ളവരെ പോലെ മാനസാന്തര സ്നാനം ആവശ്യമില്ലായിരുന്നു. എങ്കിലും പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യമായി തീർന്നു എന്നത് സ്നാനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. പുരുഷാരം, പടജനം, ചുങ്കക്കാർ തുടങ്ങി എല്ലാവരുമായി യേശു സ്നാനത്തിൽ കൂടി ഏകീകരിക്കപ്പെട്ടു. സ്നാനമേറ്റത് മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാതെ എല്ലാവരെയും നേടി എടുക്കുന്നതിനു വേണ്ടിയായിരുന്നു.
യേശുവിൻ്റെ സ്നാന സമയത്ത് നടന്ന ഒരു പ്രധാന സംഭവം മത്തായി 3:16-17 വാക്യങ്ങളിൽ വായിക്കുന്നു. അതായത് സ്നാനത്തെ തുടർന്ന് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ വരികയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു ശബ്ദം ഉണ്ടാവുകയും ചെയ്തു. സ്നാനത്തിൽ കൂടി ക്രിസ്തു തന്നെ പിതാവിന് സമർപ്പിച്ചപ്പോൾ പുത്രനെ എല്ലാവരും കാണുക പ്രിയപുത്രനായി പിതാവ് അംഗീകരിച്ചതിൻ്റെ അടയാളമായിരുന്നു അത്. അതായത് സ്നാനത്തിൽ കൂടി പുത്രത്വത്തിൻ്റെ പദവി ലഭിക്കുന്നു. ശിശുപ്രായത്തിലോ മുതിർന്ന പ്രായത്തിലോ നാം ഏൽക്കുന്ന സ്നാനത്തിൽ കൂടി നാം ഓരോരുത്തരും പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവിയിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്നാനത്തിൽ കൂടി ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നിരിക്കുന്നു എന്ന നിശ്ചയമാണ് നമുക്ക് വേണ്ടത്. കർത്താവേ, എന്നെയും പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് ചേർക്കണമേ. ആമേൻ.